Good morning students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടത്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആയിരുന്നു കോസ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു sec square x. Sin x ന്റെ ഡെറിവേറ്റീവ് cos x, cos x ന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ മൈനസ് sin x, tan x ന്റെ sec square x. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the derivative of sin x plus 2 root x minus 1 by root x. അപ്പോൾ എന്താണ്? Find the derivative of sin x plus 2 root x minus 1 by root x. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ d by dx നെ ഓരോ ഫംഗ്ഷനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? d by dx നെ sin x 2 root x minus 1 by root x ഇതിനൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? d by dx of first function sin x plus d by dx of 2 root x minus d by dx of 1 by root x. ഇനി ഓരോന്നും കാണാം. d by dx of sin x നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്. sin x ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? cos x plus 2 into d by dx of root x. 2 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു. മൈനസ് d by dx of 1 by root x. അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു root x equal to x raised to 1 by 2. So 1 by root x equal to x raised to minus 1 by 2. അപ്പോൾ ഇതിനെ മാറ്റി നമുക്ക് എന്ത് എഴുതാം? 1 by root x ന് പകരം x raised to minus 1 by 2 എന്ന് കൊടുക്കാം. അപ്പോൾ എന്തായി മാറും? d by dx of x raised to minus 1 by 2. ഇനി ചെയ്യാം. cos x plus 2 into d by dx of root x. root x ന്റെ ഡെറിവേറ്റീവ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ബോക്സിലാക്കി വെക്കണം. അടുത്ത പ്രോബ്ലംസ് തൊട്ട് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായിരുന്നു root x ന്റെ ഡെറിവേറ്റീവ്? d by dx of root x equal to 1 by 2 root x. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 2 into root x ന്റെ ഡെറിവേറ്റീവ് 1 by 2 root x minus x raised to minus 1 by 2. nx raised to n minus 1. n ന്റെ സ്ഥാനത്ത് ഇവിടെ minus 1 by 2 into minus 1 by 2 into x raised to minus 1 by 2 minus 1. x raised to n ന്റെ ഡെറിവേറ്റീവ് nx raised to n minus 1 എന്നുള്ള റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ n ന്റെ സ്ഥാനത്ത് minus 1 by 2. അപ്പോൾ minus 1 by 2 into x raised to minus 1 by 2 minus 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ cos x plus ഈ 2 എന്തായി പോകും? കട്ടായി പോകും. ബാക്കി 1 by root x മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും. 1 by 2 x raised to minus 1 by 2 minus 1 minus 3 by 2. അപ്പോൾ ആൻസർ എന്താണ്? cos x plus 1 by root x plus 1 by 2 x raised to minus 3 by 2. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം ഡെറിവേറ്റീവിന് ഓരോ ഫംഗ്ഷൻസിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് അറിയുന്ന റിസൾട്ടാണ് sin x ന്റെ cos x എന്നും 2 root x ന്റെ. അതിൽ root x
എക്സിൻ്റെ 1/2 റൂട്ട് എക്സ് എന്ന് പറയും. അത് രണ്ടും നമ്മൾ അപ്ലൈ ചെയ്യും. അതുപോലെ 1/√x നമ്മൾ മാറ്റിയിട്ട് x⁻1/2 എന്ന് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ x⁻n റിസൾട്ട് nx⁻n−1 അപ്ലൈ ചെയ്യും. സോ നമുക്ക് ആൻസർ കിട്ടും cos x plus 1/√x plus 1/2 x⁻⁻3/2. Next question. Find the derivative of d by dx of 5 cos x plus 3 tan x. Next question ആണ് d by dx of 5 cos x plus 3 tan x. ഇതിന് ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ എന്ത് ചെയ്യും? നേരത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ d by dxനെ ഓരോ ഫംഗ്ഷൻസിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായിട്ട് മാറും? d by dx of 5 cos x plus d by dx of 3 tan x. ഇനി 5 cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 5 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ 5 നെ അങ്ങനെ തന്നെ എഴുതും. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. cos x ന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് sin x പ്ലസ് 3 കോൺസ്റ്റന്റ് 3 ഡയറക്റ്റ് എഴുതും ഇൻറ്റു tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec²x. ആൻസർ എന്താണ്? മൈനസ് 5 ഇൻറ്റു മൈനസ് sin x മൈനസ് 5 sin x പ്ലസ് 3 sec²x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. If y is equal to x⁻3/2 minus 4/√x plus 7x⁵, then find dy by dx. y ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ find dy by dx. ഡെറിവേറ്റീവ് കാണാൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ കാണാം. എന്താണ്? d by dx ഓഫ് നമ്മുടെ ഫംഗ്ഷൻ y എന്താണ്? x⁻3/2 മൈനസ് 4/√x പ്ലസ് 7x⁵. എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പിൽ d by dx നെ ഓരോ ഫംഗ്ഷനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. സോ d by dx ഓഫ് x⁻3/2 മൈനസ് d by dx of 4/√x plus d by dx of 7x⁵. എങ്ങനെ ചെയ്യാം? x⁻3/2 എന്നൊക്കെ പറയുമ്പോൾ എല്ലാം x⁻n ഫോമിലാണ്. അപ്പോൾ നമുക്കറിയാം d by dx of x⁻n എന്തായിരുന്നു? nx⁻n−1. സോ ഇവിടെ n എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷനിൽ 3/2. അപ്പം എന്തായിരിക്കും? 3/2 ഇൻറ്റു x⁻n−1 3/2 -1 മൈനസ് d by dx ഓഫ് 4/√x. 4 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. 4 നമ്മൾ പുറത്തേക്ക് എടുക്കും. 1/√x നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 4 പുറത്തേക്ക് എടുത്താൽ പിന്നെ അവിടെ 4/√x ബാക്കി ഉണ്ടാവുക 1/√x ആണ്. 1/√x ഈക്വൽ ടു 1/x⁻1/2. √x നമുക്ക് x⁻1/2 എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ പവർ വന്നാൽ ന്യൂമറേറ്ററിലോട്ട് നെഗറ്റീവ് പവർ ആയിരിക്കും. x⁻−1/2. ഇതിനെ മാറ്റിയിട്ട് 4 ഇൻറ്റു d by dx ഓഫ് x⁻−1/2 പ്ലസ് 7 കോൺസ്റ്റന്റ് ആണ്. 7 പുറത്തെടുത്തു. d by dx ഓഫ് x⁻. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? 3/2 x⁻3/2 -1. 3/2 -1 എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 - 2
by 2 is equal to 1 by 2. അപ്പോൾ എന്തായി x raised to 1 by 2 minus 4 into x raised to minus 1 by 2 ചെയ്യുമ്പോൾ ഇവിടെ n-ന്റെ സ്ഥാനത്ത് എന്താണ് minus 1 by 2 ആണ്. അപ്പോൾ നമ്മൾ nx raised to n minus 1 അപ്ലൈ ചെയ്യും. n-ന്റെ സ്ഥാനത്ത് എന്താണ് minus 1 by 2 x raised to minus 1 by 2 minus 1 plus 7 into x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ് 7 into 3 x raised to 2. n-ന്റെ സ്ഥാനത്ത് ഇവിടെ 3 ആണ്. x raised to n minus 1 എന്ന് പറയുമ്പോൾ 2 3x square is equal to x raised to 1 by 2 എന്താണ് x raised to 1 by 2 ആണ് root x. root x minus into minus ഇവിടെ പ്ലസ് ആവും 4 by 2 x raised to minus 1 by 2 minus 1 minus 1 by 2 minus 1 എന്തായിരിക്കും minus 1 2 into 1 minus 2 by 2 minus 3 by 2 plus 7 into 3 21 x square. സോ നമ്മൾ എന്തൊക്കെ ചെയ്തത് ആദ്യം നമ്മൾ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായിട്ട് മാറും d by dx of x raised to 3 by 2 minus d by dx of 4 root x plus d by dx of 7x cube ആയിട്ട് മാറും. എന്നിട്ട് ഓരോന്നിനെ സിംപ്ലിഫൈ ചെയ്യും. x raised to 3 by 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x raised to n ഫോമിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കും nx raised to n minus 1. അപ്പോൾ ഇവിടെ n 3 by 2 ആണ്. 3 by 2 x raised to 3 by 2 minus 1 minus 4 എന്താണ് കോൺസ്റ്റന്റ് ആണ്. ആ 4നെ നമ്മൾ പുറത്തേക്ക് എടുക്കും. 1 by root x ആയിരിക്കും ബാക്കി ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ മാറ്റി x raised to minus 1 by 2 എന്ന് എഴുതും. പ്ലസ് 7x ക്യൂബിൽ നിന്ന് 7 പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി d by dx of x ക്യൂബ് എന്ന് എഴുതും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യും. സോറി ഇവിടെ 3 by 2 ഞാൻ മറന്നുപോയി. 3 by 2 x raised to 3 by 2 minus 1 എന്തായിരിക്കും 1 by 2 ആയിട്ട് മാറും. മൈനസ് 4 into x raised to minus 1 by 2 നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും ഡെറിവേറ്റീവ് കാണുമ്പോൾ minus 1 by 2 x raised to minus 1 by 2 minus 1 plus 7 into 3 x ക്യൂബിൽ 3 ആണ് 3x സ്ക്വയർ വരും. സിംപ്ലിഫൈ ചെയ്ത് എഴുതും 3 by 2 root x plus 4 by 2 4 by 2 എന്തായിട്ട് മാറും it's 2. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് മാറ്റി എഴുതാം 3 by 2 root x plus 4 by 2 is 2 x raised to minus 3 by 2 plus 21 x square. Okay, അത്രയുള്ള ഈ പ്രോബ്ലം. നമ്മുടെ നെക്സ്റ്റ് സെക്ഷന്റെ പേരാണ് പ്രോഡക്റ്റ് റൂൾ. ഇവിടെ എന്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ട് ഫംഗ്ഷൻസിന് ഇപ്പോൾ sin x പ്ലസ് tan x എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് കാണാൻ പഠിച്ചു. d by dx എന്ത് ചെയ്യും നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. d by dx ഓഫ് sin x പ്ലസ് d by dx ഓഫ് tan x ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്തത് ഡെറിവേറ്റീവ് കണ്ടത്. കാരണം sin x ന്റെ നമുക്കറിയാം tan x ന്റെ അറിയാം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് sin x ന്റെ cos x എന്നും പ്ലസ് tan x ന്റെ sec square x എന്നും എഴുതും. പക്ഷേ ചില കേസുകളിൽ ചില കേസിനല്ല ഇവിടെ പ്ലസിന് പകരം അഡീഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നതെന്ന് വിചാരിക്കാം. sin x into tan x എന്നാണ് വന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും d by dx ഓഫ് sin x into d by dx of tan x എന്ന് എഴുതാൻ പറ്റൂല. ഇത് ഒരു തെറ്റായ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ sin x into tan x എന്ന് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ഫംഗ്ഷനെ മൾട്ടിപ്പിൾ ചെയ്യുന്നത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതാണ് നമ്മളിവിടെ പ്രോഡക്റ്റ് റൂളിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ
അവിടെ പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് റൂള്. ഇഫ് u and v are two functions of x, uവും vയും രണ്ട് ഫങ്ഷൻസ് ആണ് എക്സിലുള്ള. അതായത് ഇപ്പൊ ഞാൻ സൈൻ എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞ പോലെ ഏതോ രണ്ട് ഫങ്ഷൻസ് ആണ് uവും vയും. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, അതായത് d by dx of u into v, u into v മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ഒരു ഫോർമുലയാണ് u into dv by dx. v യുടെ ഡെറിവേറ്റീവ് പ്ലസ് v into du by dx. അപ്പൊ എന്തൊക്കെയാണ്? u into v യുടെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടതെങ്കിൽ u into dv by dx plus v into du by dx. ഇതാണ് നമ്മളെ റിസൾട്ട്. ഇതും ബോക്സിലാക്കി വെക്കേണ്ട റിസൾട്ട് ആണ്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി പ്രോഡക്റ്റുകളുടെ ഒക്കെ ഡെറിവേറ്റീവ് കാണാൻ പോകുന്നത്. അപ്പൊ ഇത് നോർമലി സിമ്പിൾ ആയിട്ട് പറഞ്ഞു പഠിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ u മീൻസ് ഫസ്റ്റ് ഫംഗ്ഷൻ, v സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇങ്ങനെ പറഞ്ഞ് കാണാതെ പഠിച്ചു വെക്കേണ്ട റിസൾട്ട് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ d by dx ഓഫ് നമ്മൾ നേരത്തെ എടുത്ത sin x ഇൻറ്റു tan x വന്നാൽ ഇവിടെ ഫസ്റ്റ് ഏതാണ്? നമ്മുടെ u sin x ആണ് ഫസ്റ്റ്, സെക്കൻഡ് tan x ആണ്. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്താണ്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ ഫസ്റ്റ് എന്താണ്? sin x. അപ്പൊ sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്താണ്? tan x പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് എന്താണ്? tan x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് tan x എന്താണ്? sec square x പ്ലസ് tan x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x cos x. ഇതാണ് ആൻസർ. അപ്പോൾ പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് കാണാനുള്ള റിസൾട്ട് ആണിത്. d by dx of u into v is equal to u into dv by dx plus v into du by dx. ഇത് എന്താ പറയാ, ഇങ്ങനെ പഠിച്ചാൽ മതി. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. നെക്സ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് x square sin x. x square sin x ന്റെ ഡെറിവേറ്റീവ് കാണാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? x square sin x, x square into sin x. പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും പ്രോഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ് റൂള്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് എക്സ് സ്ക്വയർ,
സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് സൈൻ എക്സ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് സൈൻ എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, സോറി, സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് എന്താണ്? സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് സ്ക്വയർ. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നിട്ടുള്ളത്. അപ്പോൾ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് കാണാൻ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക പ്രോഡക്റ്റ് റൂൾ ആണ്. പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താണ്? എക്സ് സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് എന്താണ്? സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് സ്ക്വയർ. ഇനി സിംപ്ലിഫൈ ചെയ്യും. എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? കോസ് എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് is equal to cos x plus sin x into x square ഉണ്ട് 2 into x. സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ x സ്ക്വയർ cos x പ്ലസ് 2x sin x. അപ്പോൾ നമുക്ക് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കാണാനായിരുന്നു. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് അഥവാ എക്സ് സ്ക്വയർ സൈൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ ഫസ്റ്റ് ഈസ് എക്സ് സ്ക്വയർ ആൻഡ് സെക്കൻഡ് ഈസ് സൈൻ എക്സ്. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് മീൻസ് ഫസ്റ്റ് എക്സ് സ്ക്വയർ into derivative of second derivative of sin x plus second into derivative of first. Second is sin x into derivative of first എന്ന് പറയുമ്പോൾ x square. So x square into d by dx of sin x plus sin x into d by dx of x square. എന്തായിട്ട് മാറും? x square into sin x ന്റെ ഡെറിവേറ്റീവ് cos x plus sin x into x square ന്റെ ഡെറിവേറ്റീവ് 2x. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ x square cos x plus 2x sin x. Next question, find derivative of root x tan x. Again നമ്മുടെ ഫംഗ്ഷൻ y എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണ്. റൂട്ട് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ tan x. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? root x ആണ്. root x is the first function and tan x is the second function. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് എന്താണ്? റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്താണ്? ടാൻ എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? റൂട്ട് എക്സ്. സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് എക്സ് ഇൻറ്റു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 1/2 റൂട്ട് എക്സ്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് എക്സ് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ്
tan x by 2 root x. So നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യും. ഫസ്റ്റ് ഇവിടെ റൂട്ട് എക്സ് ആണ്, സെക്കൻഡ് ടാൻ എക്സ് ആണ്. സോ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. സോ എന്താണ് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. നമ്മൾ റിസൾട്ട് ആയിട്ട് പഠിച്ചതാണ്, റിസൾട്ട് അല്ല, നമ്മളിത് ഡിറൈവ് ചെയ്യുകയും ചെയ്തായിരുന്നു. സോ ടാൻ എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് എക്സ് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ബൈ 2 റൂട്ട് എക്സ്. നെക്സ്റ്റ് ഈ സെക്ഷനിൽ ചെയ്യേണ്ട ഫംഗ്ഷൻ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് cos x into sin x. Next question ആണ് y is equal to cos x into sin x. Find derivative of y is equal to cos x into sin x. ഇവിടെ സെയിം റിസൾട്ട് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് റൂള് ചെയ്തിട്ട് ആൻസർ കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുക cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നാണ്. സിമ്പിൾ ആയൊരു റിസൾട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് നോട്ട് സബ്മിറ്റ് ചെയ്യണം. അത്രയാണ് നമ്മൾ പ്രോഡക്റ്റ് റൂളിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂളിൽ എന്താണ് പഠിച്ചത്? യു പറഞ്ഞൊരു ഫംഗ്ഷനും വി പറഞ്ഞൊരു ഫംഗ്ഷനും ഉണ്ടെങ്കിൽ യു ഇൻറ്റു വിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പഠിച്ചത്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തെ ഡെറിവേറ്റീവ് കാണാൻ പഠിച്ച സ്ഥിതിക്ക് അടുത്തത് എന്തായിരിക്കും പഠിക്കുക? ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി. അഥവാ ഇപ്പോൾ യു എന്നുള്ളത് സൈൻ എക്സും വി എന്നുള്ളത് കോസ് എക്സും ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇത് ടാൻ എക്സ് ആണ്, നമ്മൾ ഡയറക്റ്റ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ യു ബൈ വി ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് റിസൾട്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് കോഷ്യന്റ് റൂൾ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോഷ്യന്റ് റൂൾ. സോ കോഷ്യന്റ് റൂൾ ആണ് ഇഫ് യു ആൻഡ് വി ആർ എനി ടു ഫങ്ഷൻസ് ഓഫ് എക്സ് ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി is equal to v into du by dx minus u into dv by dx whole divided by v square. എന്താണ് യുവും വിയും ഏതോ രണ്ട് ഫങ്ഷൻസ് ആണ്, അതിൻ്റെ കോഷ്യന്റ് അഥവാ യു ബൈ വി ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡെറിവേറ്റീവ് കാണും എന്നുള്ളതിനുള്ള റിസൾട്ടാണ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഹോൾ ഡിവൈഡഡ് വി സ്ക്വയർ. അതായത് എന്താണ്? വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിനോമിനേറ്റർ, യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്റർ. അതായത് എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ പഠിക്കും? ഡിനോമിനേറ്ററിനെ ഞാൻ ഡി ആർ ഷോർട്ട് ചെയ്ത് എഴുതിയതാണ്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ whole divided by denominator square. നമ്മൾ ഇതൊരു പാട്ട് പഠിക്കുന്ന പോലെയൊക്കെ പഠിച്ചു വെക്കണം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ find d by dx of x square divided by sin x. ഇവിടെ നമ്മുടെ b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sin x ആണ്, u എന്ന് പറഞ്ഞത് x സ്ക്വയർ ആണ്.
അഥവാ എക്സ് സ്ക്വയർ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ന്യൂമറേറ്റർ ആണ്, ഇത് നമ്മുടെ ഡിനോമിനേറ്റർ ആണ്. നമ്മൾ എന്തുപയോഗിച്ചാൽ മതി, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഡിനോമിനേറ്റർ എന്ന്. ഡിനോമിനേറ്റർ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സ് സ്ക്വയർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്താണ്, സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ സൈൻ എക്സ് ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ് 2x മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു 2x സൈൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ കോസ് എക്സ് whole divided by sin square x. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ എന്താണ് ഇവിടെ, ന്യൂമറേറ്റർ ഈസ് എക്സ് സ്ക്വയർ, ഡിനോമിനേറ്റർ ഈസ് സൈൻ എക്സ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് എന്നുള്ളത് എപ്പോഴും മറക്കരുത്, കോഷ്യൻ റൂൾ വരുമ്പോൾ നെഗറ്റീവ് സൈൻ ആണ്, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യാം, ആൻസർ കിട്ടും. ഇതാണ് കോഷ്യൻ റൂള്. കമ്പൾസറി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാം. എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ ഈ രീതിയിൽ ബൈ ഹാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ യു ബൈ വി വെച്ചിട്ട് ബൈ ഹാർട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ നമുക്ക് യു എന്ന് പറയാം, അതുപോലെ സൈൻ എക്സിനെ വി എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണെങ്കിലും ഈ ഒരു റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. സോ നമുക്കൊരു